ഹലോ മക്കളെ. യെസ്, നമ്മുടെ +1 കെമിസ്ട്രി എക്സാം അവസാനിച്ചിരിക്കുകയാണ്. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളെ വന്നിട്ടുള്ളൂ. അത് മാത്രമല്ല, ഓവറായിട്ട് വലിയ പ്രോബ്ലംസ് ചോദിച്ചിട്ട് ടഫ് ആക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം ഇല്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു ആൻസർ കീ ഡിസ്കഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. മക്കളെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ദ റിയാക്ടന്റ് ദാറ്റ് ഗെറ്റ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ്. ഒരുപാട് തവണ നമ്മൾ പറഞ്ഞു. ഇന്നലത്തെ ലൈവിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ് ആണ്. ഒരു മാർക്ക് അവിടെ ഈസി ആയിട്ട് വാങ്ങാം. ഈസി ക്വസ്റ്റ്യൻ. അതെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഐസോ ഇലക്ട്രോണിക് വിത്ത് Na+ അയോൺ. ഐസോ ഇലക്ട്രോണിക് എന്താ? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ. ആരാ വരിക? O2- ആണ് വരിക. അതെ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കടാ. രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. LiCl ഹാസ് മോർ കൊവാലന്റ് ക്യാരക്ടർ ദാൻ NaCl ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഗ്രേറ്റർ ചാർജ് ഓൺ കാറ്റയോൺ ദ ഗ്രേറ്റർ കൊവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട്. എടാ എന്താ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് ആണ്. അത് മാത്രമല്ല, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതിലേതാ ഓപ്ഷൻ വരുന്നത്? സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ ആണ്, ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1 ആണ്. രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കണം. നാലാമത്തെ ക്വസ്റ്റ്യൻ. NH3 കോൺജുഗേറ്റ് ആസിഡ് ആരാന്ന്? NH3 ആര് ആഡ് ചെയ്താൽ മതി? H+ ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ NH3 H+ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതാരടാ? NH4+ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യനാ. Name the technique applied to separate glycerol from spendula in soap industry. Vacuum distillation. Distillation under reduced pressure എന്ന് പറഞ്ഞാൽ ആൻസർ ആയി. ഓക്കെ, കറക്റ്റ്. യെസ്. ആറാമത്തെ ക്വസ്റ്റ്യൻ. എംപിരിക്കൽ ഫോർമുല കാണാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഹൈഡ്രോകാർബൺ. സിമ്പിൾ ആണ്. ആ ബോക്സ് സെർച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ആകെ രണ്ടാളെ തന്നിട്ടുള്ളൂ. പിന്നെ ഡയറക്റ്റ് ആണ്. ഡയറക്ട്ലി എന്ത് ചെയ്താൽ മതി? ഇതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7.7 രണ്ടിടത്തും കിട്ടും. സെയിം റേഷ്യോ തന്നെ കിട്ടും. CH എന്ന് തന്നെ കിട്ടുക. CH. യെസ്, കറക്റ്റ് ആണ്. അടുത്ത ഡി ബ്രോഗ്ലി വേവ് ഇക്വേഷൻസ് എന്നാണ്. കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് എൻ ഇലക്ട്രോൺ മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 812 m/s. ഒന്നുമില്ല, എന്ത് ചെയ്താൽ മതി? ലാംഡ = h/p അല്ലേ? നമുക്ക് പീക്ക് വരെ എന്ത് ചെയ്യാം? MV ചെയ്താൽ മതി. എച്ചിന് വരെ നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. M എത്രയാ? അതും തന്നിട്ടുണ്ട്. V എന്ത് ചെയ്താൽ മതി? 812 ഇട്ട് കൊടുത്താൽ മതി. ആൻസറിലേക്ക് എത്താം. ഡയറക്ട്ലി ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സ്കാൻഡിയം. എന്താ വരിക? 1s2 2s2 2p6 3s2 3p6 4s2 3d1 വരും അല്ലേ? സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. റൈറ്റ് ദ വാല്യൂസ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് n and l ഫോർ ദ D ഇലക്ട്രോൺ ആണ് ചോദിച്ചത്. ഡിയിൽ ആരാ ഉള്ളത്? D1 ആണുള്ളത് ആണല്ലോ. ഏത്? 3d1 അല്ലേ വരും. അപ്പൊ എന്ത് വരും? n എത്ര വന്ന്? 3 വന്ന്. L എത്ര വന്നിട്ടുണ്ട്? 2 വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യെസ്. റൈറ്റ് എനി 2 ലിമിറ്റേഷൻസ് ഓഫ് ഒക്ടറ്റ് റൂൾ. അത് വളരെ എളുപ്പമാണ്. എടാ, ഒന്നെങ്കിൽ എക്സ്പാൻഡഡ് ഒക്ടറ്റ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റഡ് ഒക്ടറ്റ് ഒക്കെ പറയാൻ പറ്റും. ഇനി വാട്ട് ആർ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? എന്താടാ? ഒരു പ്രോപ്പർട്ടി എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റെൻസീവ് ആവും. ഇതിൽ ഏതാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് ചോദിച്ചാൽ ഒന്ന് വോളിയം എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ഹീറ്റ് കപ്പാസിറ്റിയും ആരാണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ Kc. എടാ, ഇതിന്റെ Kcയുടെ എക്സ്പ്രഷൻ എന്താ? Ni കോൺസെൻട്രേഷൻ ഓഫ് NiCO4 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Ni. അത് എഴുതണം എന്നില്ല, കാരണം സോളിഡ് ആണ്. അത് 1 ആയിട്ട് പോകും, എഴുതിയാലും പ്രശ്നമില്ല. കോൺസെൻട്രേഷൻ ഓഫ് CO⁴. ഓക്കെ അല്ലേ? ഇനി ഗീവ് എനി 1 അപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇന്നത്തെ ലൈവിൽ പറഞ്ഞ കാര്യം. ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ എഴുതാം. ഏതാ? ഒന്നെങ്കിൽ പ്രഡിക്റ്റ് ദ എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ പറഞ്ഞാൽ മതി. ഓക്കെ, റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ക്ലാസിഫൈ ദ ഫോളോയിങ് റിയാക്ഷൻ ഇൻ ടു കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്പ്രപ്പോർഷനേഷൻ. എടാ, സിങ്ക് വന്ന് ഹൈഡ്രജനെ മാറ്റുന്നത് ആരാ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. വളരെ സിമ്പിളായ ക്വസ്റ്റ്യനാ. ഇനി Mg+N2 കൂടിയിട്ട് Mg3N2 ഉണ്ടാവുന്ന റിയാക്ഷൻ കൂടിച്ചേരല്ലടാ. അപ്പൊ ആരാ അത്? കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. ഇനി അടുത്തത് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സ്പ്ലിറ്റിംഗ്. നമ്മൾ ഇന്നലെ പറഞ്ഞതാ ഇതേ എക്സാമ്പിൾ. അത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. ഇനി KClO3 സ്പ്ലിറ്റ് ആയിട്ട് KCl-ഉം O2 ആവുക എന്ന് പറഞ്ഞ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഏതൊക്കെയാണ് റിയാക്ഷൻസ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. റൈറ്റ് ദ കണ്ടൻസ്ഡ് ആൻഡ് ബോണ്ട് ലൈൻ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് 4,5 ഡൈമീഥൈൽ ഹെക്സാൻ 1 ഇത് അധികം പറയേണ്ട ആവശ്യമുണ്ടോ? ഏതൊക്കെ ചോദിച്ചിട്ടുണ്ട്? കണ്ടൻസ്ഡ് ചോദിച്ചിട്ടുണ്ട്, ബോണ്ട് ലൈൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ? ബോണ്ട് ലൈൻ ആണെങ്കിൽ എങ്ങനെ വരും? ഈ രീതിയിൽ അങ്ങോട്ട് എഴുതിയാൽ പോരെ. എവിടെ ഫസ്റ്റിൽ ആര് വരും? OH വരും. 4th and 5 ഇത് നമ്മൾ ഫസ്റ്റ് പൊസിഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ
ഇവിടെ എന്ത് വരും 4ലും 5ലും എന്ത് വരും മീഡിയൽ ഗ്രൂപ്പ് വരും. ഇനി അതേപോലെ CH3 CH2 എന്നുള്ള രീതിയിൽ എഴുതുകയാണെങ്കിൽ അതെന്തായിട്ടുണ്ട് കണ്ടൻസ്ഡ് ആയിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് സാർ, സിമ്പിൾ. ഇത് നമ്മൾ ഇന്നലെ ലൈവിൽ എടുത്ത സാധന സോഹോസ് പ്രൊജക്ഷനും അതുപോലെ തന്നെ സോഹോസ് പ്രൊജക്ഷന്റെ എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും എന്നും പറയുന്ന കാര്യമാണ്, പറയേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആണ്. എടാ ഫീനോളിൽ നിന്ന് എങ്ങനെ ബെൻസീൻ ഉണ്ടാക്കുന്നു വെച്ചാൽ സിമ്പിൾ ആണ്. ഫീനോളിലോട്ട് നിങ്ങൾ ആരെ ആഡ് ചെയ്താൽ മതി അറിയോ? ഫീനോളിലോട്ട് നിങ്ങൾ സിങ്ക് ഡസ്റ്റ് ആഡ് ചെയ്യുക. സിങ്ക് ഡസ്റ്റ് ആഡ് ചെയ്തൊന്ന് ചൂടാക്കിയാൽ അത് ഏത് റിംഗ് ആയിട്ട് മാറുക? ബെൻസീൻ റിംഗ് ആയിട്ട് മാറും. ഈത്തൈനിൽ നിന്ന് ബെൻസീൻ ഉണ്ടാക്കാൻ പറഞ്ഞാൽ മൂന്ന് CH ട്രിപ്പിൾ ബോണ്ട് CH എടുക്കുക. അതിനെ നിങ്ങൾ റെഡ് ഹോട്ട് അയൺ ട്യൂബിൽ ചൂടാക്കുക. അറ്റ് 873 കെൽവിൻ ആണ്. അപ്പൊ എന്തായിട്ട് മാറും? ബെൻസീൻ റിംഗ് ആയിട്ട് മാറും. ഇതിനെ നിങ്ങൾ സൈക്ലിക് പോളിമറൈസേഷൻ എന്നൊക്കെ പറയും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയേ, സ്റ്റേറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഞാൻ ഇന്നലത്തെ ലൈവിൽ എടുത്തു പറഞ്ഞിരുന്നു, എന്ത് ചെയ്യും ഇന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇയാൾ എന്നുള്ളത്. അതേപോലെ തന്നെ വന്നിട്ടുണ്ട്, എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലുസ്ട്രേറ്റ് ദ ലോ യൂസിങ് സ്യൂട്ടബിൾ കോമ്പൗണ്ട്സ് ഫ്രം NO2 CO2 NO H2O ആൻഡ് CO. ഈ 3 എക്സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. NO2 പറഞ്ഞിട്ടുണ്ട്, H2O H2O2 പറഞ്ഞിട്ടുണ്ട്, CO2 പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. റെഡി. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പറയേണ്ട ആവശ്യമില്ല. അതും അതേപോലെ 2-3 തവണ എടുത്ത് പറഞ്ഞാണ് സെയിം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ പേപ്പറിൽ വന്നിട്ടുണ്ട്. പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അത്, വളരെ സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ, 18ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലോറിൻ ഹാസ്, നിങ്ങൾ ഇതും കൂടെ നോക്കിക്കോ, എന്താണോ എടുത്ത് വന്നിട്ടുള്ളത് അതേ ക്വസ്റ്റ്യൻസ് ഇവിടെ അതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലോറിൻ ഹാസ് മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ദാൻ ഫ്ലൂറിൻ. റിപ്പൾഷന്റെ കേസ് ഒക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ഡൗൺ എ ഗ്രൂപ്പ്. അതിന്റെ റീസൺ ഗ്രൂപ്പിലാണെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 പോയിന്റ്, പീരിയഡിലാണെങ്കിൽ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രോജൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ ആൻഡ് ദ ഹാഫ് ഫിൽഡ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി അതേപോലെ വന്നിട്ടുണ്ട്. അടുത്തത്, റൈറ്റ് ദ IUPAC നെയിം ഓഫ് എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ 107. നമ്മൾ ഇന്നലെ എത്ര പറഞ്ഞു? 117 ആണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് എത്ര വന്നിട്ടുണ്ട്? 107 വന്നിട്ടുണ്ട്. എന്താ വരിക? അൺനിൽ സെപ്റ്റിയല്ലേ വരിക? സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ, അതും നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ ഡയഗണൽ റിലേഷൻഷിപ്പ്? അതിന്റെ 2 എക്സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഓസോണിന്റെ ലൂയിസ് സ്ട്രക്ചർ വരക്കാൻ സാർ ഇന്നലെ പഠിപ്പിച്ചതാ. ഓസോണിന്റെ ലൂയിസ് സ്ട്രക്ചർ പറയേണ്ട ആവശ്യമില്ലടാ. ഓസോണിന്റെ ലൂയിസ് സ്ട്രക്ചർ വരക്കാൻ വളരെ സിമ്പിൾ ആണ്. ഓസോണിന്റെ ലൂയിസ് സ്ട്രക്ചർ വരക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇതിന്റെ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ വരക്കാൻ അടുത്ത ക്വസ്റ്റ്യൻ ഒന്നുമില്ലടാ. ഇതിന്റെ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ളത് ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമടാ? ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ വരക്കാൻ പറഞ്ഞാലും വരക്കാം. ഈ റെസൊനൻസ് ഹൈബ്രിഡ് വരക്കാൻ പറഞ്ഞാൽ കോമൺ ആയിട്ട് ഇങ്ങനെയാ, ഈ ഡബിൾ ബോണ്ട് ഏത് സൈഡിലോട്ടും വരാമല്ലോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വരാന്നുള്ള രീതിയിൽ ഡോട്ട് ആയിട്ട് കാണിച്ചാൽ റെസൊനേറ്റിംഗ് ഹൈബ്രിഡ് ആയിട്ട് മാറി. വളരെ സിമ്പിളാ. അടുത്തത്, എൻട്രോപ്പി തന്നിട്ടുണ്ട്. നിങ്ങളോട് ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ എന്ന് കാണാൻ പറഞ്ഞു. എടാ, ഒരാൾ സ്പോണ്ടേനിയസ് ആണോ എന്ന് കാണാൻ പറഞ്ഞാൽ അയാളുടെ ഡെൽറ്റ ജി കണ്ടാ മതി. എന്താ ഡെൽറ്റ ജി കാണാനുള്ള ഇക്വേഷൻ? ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇതിലൊരു കാര്യം മനസ്സിലാക്കണേ, ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിലാണ് ആ റിയാക്ഷൻ എന്തായിരിക്കും മക്കളെ? സ്പോണ്ടേനിയസ് ആവുക. ഡെൽറ്റ എൻട്രോപ്പി ഡെൽറ്റ എസ് തന്നിട്ടുണ്ട്, ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് കിലോ ജൂളിലാണ്. അതിനെ നിങ്ങൾ ജൂൾ ആക്കണം, ഇൻറ്റു 10⁻³ ചെയ്യണം. അപ്പൊ ജൂൾ പെർ മോളിലോട്ടായിട്ട് യൂണിറ്റ് കൺവേർട്ട് ചെയ്യണം. ഡയറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡെൽറ്റ ജിയുടെ വാല്യൂ കിട്ടും. അത് നെഗറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ എന്താണ്? സ്പോണ്ടേനിയസ് ആണ്. നെക്സ്റ്റ്, ഡിഫൈൻ ദ ഫോളോയിങ് ടേം. എന്താ pH? വളരെ സിമ്പിൾ ആടാ. pH എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+. അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിപ്പിച്ചതാ. കോമൺ അയോൺ എഫക്റ്റും ബഫർ സൊല്യൂഷനും ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ്. എന്താ കോമൺ അയോൺ എഫക്റ്റും ബഫർ സൊല്യൂഷനും? കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷൻ കുറക്കാൻ അതിലോട്ട് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യാം. എന്താ ബഫർ സൊല്യൂഷൻ? എടാ, സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡോ ബേസോ ആഡ് ചെയ്താലും pH മാറാത്ത സൊല്യൂഷന്റെ പേരാണ് ബഫർ സൊല്യൂഷൻ. അതും ഡയറക്റ്റ് ആണ്, നമ്മൾ ലൈവിൽ പറഞ്ഞ കാര്യമാണ്. അത് അങ്ങനെ തന്നെ ചോദിച്ചു, അതേപോലെ പക്കാ ഡെഫിനിഷൻ ചോദിച്ചു. Okay, next is balance the following equation in acidic medium by oxidation number method. ഇതേ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും ഹാഫ് റിയാക്ഷൻ മെത്തേഡും ഉണ്ട്. പക്ഷെ എക്സാമിന് ഡയറക്റ്റ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ചോദിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ബേസിക് മീഡിയ കാണിച്ചത്, പക്ഷെ അസിഡിക് മീഡിയ രണ്ടായാലും സിമ്പിളാണ്. മറ്റോടത്ത് OH മൈനസ് ആവും ബേസിക്കലി, ഇവിടെ H+ ആഡ് ചെയ്യണം. അത്രേ ഉള്ളൂ, ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സാർ അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ A and B in the following bond
ഫിഷൻ. ഇതെന്താ സംഭവിക്കുന്നത്? ഹെറ്ററോലിറ്റിക് ഫിഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടാവും? CH3 CH2 പ്ലസ് ഉണ്ടാവും, Cl മൈനസ് ഉണ്ടാവും. അപ്പോൾ എയും ബിയും കിട്ടിയിട്ടുണ്ട്. നെയിം ടൈപ്പ് ഓഫ് ബോണ്ട് ഫിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെറ്ററോലിറ്റിക് ആണ്. വാട്ട് ആർ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്ട് വിച്ച് സ്റ്റെബിലൈസ്? നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാളുടെ കേസിലെ ഇവിടെ എന്ത് വരും? ഹൈപ്പർ കോൺജുഗേഷൻ വരും, പ്ലസ് ഐ എഫക്റ്റും വരും. അത്രേ ഉള്ളൂ, സിമ്പിളാ. ഇത് നോക്കടാ, മേജർ പ്രൊഡക്റ്റ് എഴുതാനാ. ഇവിടെ സിങ്ക് 2 ബ്രോമിനെറ്റ് പുറത്തോട്ട് പോകും, ദാറ്റ് ഈസ് ZnBr2 റിമൂവ് ആവും. ബാക്കി അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ CH3 CH ഇവിടെ CH2. അപ്പൊ ഇവിടെ എന്ത് ബോണ്ട് വരും? ഡബിൾ ബോണ്ട് വരും. അതാണ് റിയാക്ഷൻ. ഇനി എടാ ഇത് വാട്ടർ ആഡ് ചെയ്യുക. വാട്ടറിൽ ആരൊക്കെയുണ്ട്? H പ്ലസും OH മൈനസും. അക്കോർഡിംഗ് ടു മാർക്കോണിക്കോഫ് റൂള് H മോർ നമ്പർ ഹൈഡ്രജൻ ഉള്ളിടത്തും OH ലെസ് നമ്പർ ഹൈഡ്രജൻ ഉള്ളിടത്തും. അപ്പൊ എന്താ വരിക? CH3C, താഴെ CH3 ഉണ്ട്, മുകളിൽ OH വരും. ഇവിടെ CH2ക്ക് ഒരു H വന്നാൽ ദാറ്റ് ഈസ് CH3 അക്കോർഡിംഗ് ടു ഏത് റൂളാ? മാർക്കോണിക്കോഫ്സ് അഡീഷൻ. എടാ ഇതും സാറ് പഠിപ്പിച്ചതാ. H പ്ലസും OH മൈനസും ആഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിലോട്ട് H, ഇതിലോട്ട് OH, ദാറ്റ് ഈസ് ഇവിടെ CH2 വരും, ഇവിടെ ഡബിൾ ബോണ്ട് ആവും, CHലോട്ട് ആര് കടന്നു വരും? OH. ഇനി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യടാ. ഈ H ഇതിലോട്ടും കൊടുക്കുക, ഡബിൾ ബോണ്ട് ഇങ്ങോട്ടും കൊടുക്കുക. അപ്പൊ H കൊടുക്കുമ്പോ CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് O. ആരാ? CH3CHO അല്ലെ? ഒരു ആൽഡിഹൈഡ് കിട്ടും. CH3CHO എന്ന് പറയുന്ന ആൽഡിഹൈഡ് ആണ് അവിടുത്തെ പ്രൊഡക്റ്റ്. എത്തനാളാണ് അവിടുത്തെ പ്രൊഡക്റ്റ്. ഇത് നമ്മൾ പഠിപ്പിച്ച റിയാക്ഷൻ ആണ്, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇനി മക്കളെ അടുത്ത റിയാക്ഷൻ നോക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഹക്കിൾസ് റൂൾ. എന്താ ഹക്കിൾസ് റൂള്? എടാ ഒരാള് അരോമാറ്റിക് ആവണമെങ്കിൽ അയാൾ പ്ലനാർ ആയിരിക്കണം, കോൺജുഗേറ്റഡ് ആയിരിക്കണം, സൈക്ലിക് സ്ട്രക്ചർ ആയിരിക്കണം, ഹാവിങ് എന്ത്? 4n+2 പൈ ഇലക്ട്രോൺ. ഇതിൽ ആരൊക്കെ അരോമാറ്റിക്? എടാ ഇത് രണ്ടും എന്താണ്? അരോമാറ്റിക് ആണ്. ബാക്കി രണ്ടെണ്ണം എന്തല്ലടാ? അരോമാറ്റിക് അല്ല. സിമ്പിൾ ആണ്. ഇനി സാറേ ഡ്രൈ റൈറ്റ്. വീണ്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ബോർ മോഡലിന് എന്താ 2 ലിമിറ്റേഷൻ വെച്ചുള്ളത്? സ്റ്റാർക്ക് എഫക്ട്, സീമാൻ എഫക്ട് പറയാൻ പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ ഹൈഡ്രജന് മാത്രമേ, ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന് മാത്രമേ അപ്ലിക്കബിൾ ആയിട്ട് വന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ മതി. ഓർബിറ്റൽ, എന്താ ഓർബിറ്റൽ? ന്യൂക്ലിയസിന്റെ ചുറ്റും ഇലക്ട്രോൺ കാണാനുള്ള പ്രോബിലിറ്റി ഉള്ള സ്ഥലം, അത്രേ ഉള്ളൂ. ഡയറക്ട്ലി എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ മാർക്കായി. സ്കെച്ച് ബൗണ്ടറി സർഫേസ് ഡയഗ്രാം ഓഫ് എനി 4 3D ഓർബിറ്റലൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ എടുത്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരച്ചിട്ടുണ്ടായിരുന്നു, വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. DXY, YZ, XZ, X² - Y² Z², ഏതും എന്ത് ചെയ്യാൻ പറ്റും? വരക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ സാറേ? 28. ഇത് സിമ്പിളാ. കമ്പയർ ദ സ്റ്റെബിലിറ്റി ഓഫ് N2 ആൻഡ് O2 മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. എടാ ഇത് രണ്ടാൾക്കാരുടെയും മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓല് എന്താ? പാരാമാഗ്നറ്റിക് ആണ്. മറ്റോലെ എന്താ? ഡയാമാഗ്നറ്റിക്. അപ്പൊ നൈട്രജൻ ഡയാമാഗ്നറ്റിക് ആണ്, ഓക്സിജൻ പാരാമാഗ്നറ്റിക് ആയിരിക്കും. അത് നിങ്ങൾ ഏത് തിയറി വെച്ച് പറയണം? മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ നിങ്ങൾ പഠിച്ചതാ, ഇന്നലെ പറഞ്ഞതാ. അത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ആൻസർ ആയി. SS ലോ സ്ഥിരം പറയുന്നതാ, ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും 2 സ്റ്റെപ്പ്, എത്ര സ്റ്റെപ്പിൽ നടന്നാലും അതിന്റെ എൻതാൽപ്പി സെയിം ആണ് അല്ലെ? ബോൺ ഹേബർ സൈക്കിൾ ഫോർ NaCl. എടാ ഇന്നലത്തെ ലൈവിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇന്നലെയും പറഞ്ഞു, എന്നും പറയുന്ന ക്വസ്റ്റ്യനാ NaClന്റെ ബോൺ ഹേബർ സൈക്കിൾ വരക്കാൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 മാർക്കാണ് മക്കളെ, തെറ്റിക്കരുത്. വെരി ഇമ്പോർട്ടന്റ്. ഇനി ഇതില് ഓരോ തന്നിരിക്കുന്ന സാൾട്ടിന്റെയും ക്യാരക്ടർ പ്രെഡിക്റ്റ് ചെയ്യണം. സ്ട്രോങ് ആസിഡ് ആണോ വീക്ക് ആസിഡ് ഒക്കെ കൂടി ചേരുന്നത് നോക്കിയിട്ടാണ് ആൻസർ ചെയ്യേണ്ടത്. എടാ ഇത് ബേസിക് ആണ്, ഇത് ബേസിക് സാൾട്ടാണ്, കാരണം സ്ട്രോങ് ബേസ് ആ യൂസ് ചെയ്യുന്നത്. ഇത് അസിഡിക് സാൾട്ട് ആണ്, കാരണം സ്ട്രോങ് ആസിഡ് ആ യൂസ് ചെയ്യുന്നത്. ഇതും ബേസിക് സാൾട്ട് ആണ്, കാരണം സ്ട്രോങ് ബേസ് ആണ് യൂസ് ചെയ്യുന്നത്. NaCl ന്യൂട്രലാ, കാരണം അവിടെ കൂടിച്ചേരുന്നത് ഒരു സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ആ. അപ്പൊ രണ്ടാളും സ്ട്രോങ് ആണെങ്കിൽ കിട്ടുന്ന സാൾട്ട് ന്യൂട്രൽ ആണ്. ഇനി കാൽക്കുലേറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് H3O+ അയോൺ വിത്ത് സൊല്യൂഷൻ ഓഫ് pH 1.5. എടാ pH കാണാനുള്ള ഇക്വേഷൻ എന്താ? -log കോൺസെൻട്രേഷൻ ഓഫ് H+ അല്ലെങ്കിൽ H3O+ ആ. ഇതിൽ pH തന്നിട്ടുണ്ട് 1.5 ആ. ലോഗിന് പുറത്ത് കൊടുന്നാൽ എന്ത് കിട്ടൂടാ? ആന്റി ലോഗ് ആണ്. ആന്റി ലോഗ് 1.5 എടുത്താൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഓഫ് ആരെ കിട്ടും? മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ആരെ കിട്ടും? H3O+. അതിൽ ഈ മൈനസ് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി അല്ലെ? അപ്പൊ മൈനസ് ആന്റി ലോഗ് എന്തെന്ന് കിട്ടൂടാ? 1.5 ചെയ്താൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഓഫ് ആരെ കിട്ടും മക്കളെ? H3O+ കിട്ടും. ഓക്കെ അല്ലടാ? വളരെ സിമ്പിൾ ആണ്. ഫൈനൽ ക്വസ്റ്റ്യൻ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ലെസൺസ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ, സൾഫർ, ക്ലോറിൻ ആൻഡ് അയഡിൻ. ഒന്നുമില്ലല്ലോ. എന്ത് കിട്ടും? നൈട്രജന്റെ കേസിലാണെങ്കിൽ എന്തുണ്ടാവും? പ്രഷ്യൻ ബ്ലൂ ഉണ്ടാവും. സൾഫറിന്റെ കേസിലാണെങ്കിൽ നമ്മൾ സോഡിയം നൈട്രോപ്രൂസൈഡ് ആഡ് ചെയ്തിട്ട് വയലറ്റ് കളർ ഉണ്ടാവും. ക്ലോറിൻ ആണെങ്കിൽ എന്തുണ്ടാവും? വൈറ്റ് പ്രസിപിറ്റേറ്റ് ഉണ്ടാവും. എന്തൊക്കെ? അമോണിയം ഹൈഡ്രോക്സൈഡിൽ സോലിബിൾ ആയിരിക്കും.
അയഡിൻ ആണെങ്കിൽ എന്തായിരിക്കും യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും, ഇൻസോല്യബിൾ ആയിരിക്കും. നമ്മൾ ഇന്നലെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കണം എന്നുള്ളത്. സോ അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ ചോദിച്ചത്. നിങ്ങൾ മാക്സിമം എഴുതാൻ ശ്രമിക്കുക. ഡയറക്റ്റ് ആണ് ചോദിച്ച ഇനി പ്രോബ്ലം ആയിക്കോട്ടെ, പ്രോബ്ലം ഡയറക്റ്റ് ആണ്, വേറെ വലിയ ഡൗട്ട് ഒന്നും ആക്കുന്ന സാധനങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ മക്കളെ ഇനി വരുന്ന എക്സാമ്പിൾ, ഈ എക്സാമുകളിൽ മാർക്ക് കുറഞ്ഞ ആളുകൾ പേടിക്കല്ല. അടുത്ത എക്സാമുകൾ നമ്മുടെ കൂടെ നിന്ന് നിങ്ങൾ ടോപ്പായിട്ട് പഠിക്കാൻ പറ്റും. വേറെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മോട് ചോദിക്കാം. ഏത് എക്സാം ആയിക്കോട്ടെ അടിപൊളിയായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് പറ്റൂ. അത് ചെയ്യുക നിങ്ങൾ മാക്സിമം. അല്ല സാറേ? ഇനി അതെ, അതിൽ കൂടുതലൊന്നുമില്ല. ലൈവുകൾ മാക്സിമം കാണുക, മാക്സിമം കുട്ടികൾക്ക് നിങ്ങൾ അത് ഷെയർ ചെയ്യുക. കാരണം നമ്മളെ ലൈവുകൾ ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻ ഇന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേ ക്വസ്റ്റ്യൻ അതിലുള്ള പോലെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങളത് മാക്സിമം കണ്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ മക്കളെ അടുത്ത എക്സാം സെറ്റ് ആക്കുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.